2020 ലോകകപ്പ് സൂപ്പർ 8-ൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. അഫ്ഗാനിസ്ഥാൻ 47 റൺസിന് തകർത്തു. 182 റൺ ലക്ഷ്യം പിന്തുടർന്ന അഫ്ഗാൻ 134 റൺസിന് ഓൾ ഔട്ടായി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ്. അനിൽ, വിവരങ്ങൾ. ഉന്മേഷ, സൂപ്പർ 8-ൽ അങ്ങനെ ജയത്തോടെ തുടങ്ങിയിരിക്കുകയാണ് ടീം ഇന്ത്യ. ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ 47 റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. ഇന്ത്യയെ ഉയർത്തിയ 182 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന അഫ്ഗാനിസ്ഥാൻ 134 റൺസിന് ഓൾ ഔട്ടായി. അവരുടെ ഇന്നിംഗ്സിൽ അസമത്തുള്ള ഉമർ സായിക്ക് മാത്രമാണ് അല്പമെങ്കിലും പൊരുതി നിൽക്കാനായത്. 26 റൺസാണ് അസമത്തുള്ള എടുത്തത്. മറ്റാർക്കും തന്നെ പിടിച്ചു നിൽക്കാൻ പോലും ആയില്ല. ജസ്പ്രീത് ബുംറയും ഹർഷദീപ് സിംഗും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. കുൽദീപ് 2 വിക്കറ്റും അക്സർ 1 വിക്കറ്റും വീഴ്ത്തി. എടുത്തു പറയേണ്ടത് ജസ്പ്രീത് ബുംറയുടെ പ്രകടനം തന്നെയാണ്. 4 ഓവറിൽ വെറും 7 റൺസ് മാത്രം വിട്ടുകൊടുത്ത 3 വിക്കറ്റാണ് ജസ്പ്രീത് ബുംറ വീഴ്ത്തിയത്. മത്സരത്തിലേക്ക് ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവന്നതും ജസ്പ്രീത് ബുംറയുടെ ഈ പ്രകടനം തന്നെയാണ്. ഈ ടൂർണമെന്റിൽ ഉടനീളം ഉജ്ജ്വല പ്രകടനമാണ് ഇന്ത്യക്കായി ജസ്പ്രീത് ബുംറ കാഴ്ചവെക്കുന്നത്. സൂപ്പർ 8-ലും അത് തുടരുക തന്നെയാണ്. ഇന്ത്യൻ ഇന്നിംഗ്സിലേക്ക് വന്നാൽ സൂര്യകുമാർ യാദവിന്റെ അർദ്ധ സെഞ്ചുറി മികവിലാണ് ഇന്ത്യ 181 എന്ന സ്കോറിലേക്ക് എത്തിയത്. തുടക്കത്തിൽ രോഹിത്തിനെയും കോഹ്ലിയും ഒക്കെ തന്നെ നഷ്ടമായി ഇന്ത്യ ഒരു പ്രതിരോധത്തിലായിരുന്നു. അതിനുശേഷം സൂര്യകുമാർ യാദവ് ഹർദിക് പാണ്ഡ്യയുമായി ചേർന്ന് 60 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി. ഇതിലൂടെയാണ് ഇന്ത്യ മത്സരത്തിലേക്ക് തിരിച്ചു വന്നതും 8 വിക്കറ്റിന് 181 റൺസ് എടുത്തെന്ന സ്കോറിലേക്ക് എത്തിയത്. നാളെ നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശിനെ കൂടി തോൽപ്പിച്ചാൽ ഇന്ത്യക്ക് സെമിയിലേക്ക് മുന്നേറാൻ സാധിക്കും. ഉന്മേഷ്. അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്നും.